കുമളി ടൗണിൽ നടപ്പാത കയറി സ്ഥാപിച്ചിരിക്കുന്ന പെട്ടിക്കടകൾ ഒഴിപ്പിക്കുന്ന നടപടികൾ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ കുമളി ഹോളിഡേ ഹോം മുതൽ കുളത്തുപാലം വരെയുള്ള ഭാഗത്തെ 14 കടകൾ ഒഴിപ്പിച്ചു. പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലെ തീരുമാനപ്രകാരമാണ് ഒഴിപ്പിക്കൽ. കുമളി ടൗണിലെ ഒട്ടേറെ കെട്ടിടങ്ങളിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം പൊതു ഓടയിലേക്കാണ് ഒഴുകുന്നത്. വരും ദിവസങ്ങളിൽ ദേശീയപാത വിഭാഗത്തിന്റെ സഹായത്തോടെ ഓടയുടെ സ്ലാബുകൾ നീക്കി ഓട ശുചീകരിക്കും. ഈ സമയത്ത് ഏതെങ്കിലും കെട്ടിടത്തിൽ നിന്നുള്ള മാലിന്യ പൈപ്പുകൾ പൊതു ഓടയിലേക്ക് സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടെത്തിയാൽ കർശന നിയമ നടപടി സ്വീകരിക്കാനാണ് പഞ്ചായത്ത് അധികാരികളുടെ തീരുമാനം. നടപ്പാത കയ്യേറിയുള്ള ഒരു വ്യാപാരവും ഇനി കുമളി ടൗണിൽ അനുവദിക്കില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഓടയ്ക്ക് മുകളില് സ്ലാബുകൾ ഇട്ടിരിക്കുന്നതിന് മുകളിലുമെല്ലാം കച്ചവട സ്ഥാപനങ്ങൾ തുടർച്ചയായി കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധികൾ നിലനിൽക്കെ അത് നടപ്പാക്കാനായിട്ടുള്ള നടപടികളുമായി കുമളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം മുന്നോട്ട് പോവുകയാണ്. ഈ പ്രക്രിയ കുമളിയിലെ പൊതുജന സൗകര്യാർത്ഥം നമ്മൾ നടപ്പാക്കുന്ന പദ്ധതിയാണ്. കുമളിയുടെ ഓടകളിലൂടെ മലിനജലം കുമളി ഈ പ്രദേശങ്ങളിലൂടെ ഒഴുകി അത് മുല്ലപ്പെരിയാർ ഡാമിലും അതുപോലെ തന്നെ കുടിവെള്ള സ്രോതസ്സിലും കലരുന്നു എന്നുള്ള വലിയ ദുരന്ത സാഹചര്യം നിലനിൽക്കെ ആ തരത്തിലുള്ള മലിനജലം നമ്മൾ ആ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു കൊണ്ടുപോവുകയാണ്. ഇതിനിടെ ഹോളിഡേ ഹോമിന് സമീപത്തുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് മാലിന്യം റോഡരികിൽ കൂട്ടിയിട്ടതിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. 50,000 രൂപ വരെ പിഴ ഈടാക്കാവുന്ന വിഷയത്തിൽ 7 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് പഞ്ചായത്ത് കെട്ടിട ഉടമയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇടുക്കി വിഷൻ, കുമളി.